ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 15. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ ഹെഡിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നാം പഴയ നിയമ കാലത്ത് നിന്നും ഇന്നത്തെ നമ്മുടെ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നാം ധ്യാനിക്കുന്നത്. കാരണം നാം കൃപായുഗത്തിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ പ്രസൻസിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രാവചനികമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് ഒരു പ്രവാചകനുമായിരുന്നല്ലോ. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? അപ്പം കർത്താവിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നാം കർത്താവിൽ വസിക്കുന്നു, കർത്താവ് നമ്മിൽ വസിക്കുന്നു. ഇതാണല്ലോ ഇന്ന് നാം അനുഭവിക്കുന്ന ആ നന്മ അല്ലെങ്കിൽ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൽ വസിക്കുന്ന ഒരാൾ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദൈവമാകുന്ന കൂടാരത്തിൽ വസിക്കുന്നവൻ എങ്ങനെയായിരിക്കും എന്ന്. നാം ദൈവത്തിൻ്റെ കൂടാരവുമാണ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൂടാരമാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എന്നാൽ നാം ക്രിസ്തുവിലായിരിക്കുന്നു വചനപ്രകാരം. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിലായിരിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന വ്യത്യാസം, ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാകും. എന്താണ്? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നു, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നു, നാവുകൊണ്ട് കുരള പറയാതെ ഇരിക്കുന്നു, ഏഷണി പറയാതെ ഇരിക്കുന്നു, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ഇരിക്കുന്നു, അപമാനം വരുത്താതെ ഇരിക്കുന്നു, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നു. ഇനിയോ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും സത്യത്തിൽ നിന്ന് മാറിപ്പോകാത്തവൻ. ഇതൊക്കെയാണ് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വഭാവത്തിന് വരുന്ന വ്യത്യാസങ്ങളെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ന്യായപ്രമാണ സമയത്തേതുപോലെ നമ്മൾ ന്യായപ്രമാണത്താൽ അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഒരിക്കലായിട്ട് ന്യായപ്രമാണത്തെ മാറ്റിക്കളഞ്ഞു എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് സകലവും നിവൃത്തിയായി ക്രൂശിൽ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ് അതിൽ നിന്നും ഒരു വ്യത്യാസം വന്നത്? നാം പുതുതായി ജനിക്കുകയാണ് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ. നാം പുതുതായി ജനിക്കുമ്പോൾ നമ്മളിനി ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല നീതീകരിക്കപ്പെടുന്നത്, പിന്നെയോ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല, എന്നാൽ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ എഫേസ്യർ 2:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനം ചെയ്ത് നമ്മെ കർത്താവ് സ്വന്തം ഭവനത്തിലേക്ക് ദത്തെടുത്തിരിക്കുകയാണ്. നാം ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ പുതിയ കുടുംബത്തിൻ്റെ, അതായത് ദൈവത്തിൻ്റെ കുടുംബത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നമുക്ക് വരുന്ന സ്വഭാവ വ്യത്യാസം, ജീവിത രീതിയുടെ വ്യത്യാസം, ഇതൊക്കെയാണ് പ്രാവചനികമായി ഈ 15-ാം സങ്കീർത്തനത്തിൽ തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? വീണ്ടും 9-ാമത്തെ വാക്യം പറയുന്നത്: ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു
ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എന്താണ് മുന്നൊരുക്കിയിരിക്കുന്നത്? ഇവിടെ പറയുന്ന നീതി പ്രവർത്തികളൊക്കെയും നന്മ പ്രവർത്തികളൊക്കെയും ചെയ്യുവാനായിട്ട് ആദ്യം കർത്താവ് എന്താണ് ചെയ്തത്? നമ്മെ കർത്താവ് ദത്തെടുത്തു. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മെ അധികാരമുള്ളവരാക്കി മാറ്റുകയാണ്. നമ്മൾ സ്വന്തം മക്കളായി തീരുകയാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അവകാശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോഴാണ് നാം ദൈവമക്കളായി നമ്മുടെ സ്വഭാവം ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ രൂപാന്തരപ്പെടുകയാണ്. നാം ഒരു പുതിയ മനുഷ്യനായി തീരുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ പ്രവചനങ്ങൾ ശരിയായി മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമത്തിൽ അതിൻ്റെ പ്രായോഗികത എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ സങ്കീർത്തനങ്ങളൊക്കെ ശരിയായ വിധത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെ 1 കൊരിന്ത്യർ 3:16 എന്താണ് പറയുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന്. അപ്പോൾ ദൈവം നമ്മിൽ വസിക്കുകയാണ്. നാം ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നും കൂടെ നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അങ്ങനെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.